ആലപ്പുഴ ജില്ലയിലെ ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. മാലിന്യം അടക്കമുള്ള പ്രതിബന്ധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി അച്ചൻകോവിലാർ ഒഴുകുന്ന 28 കടവിലും അച്ചൻകോവിലാറിന്റെ കൈവഴിയായ കരിപ്പുഴ തോട്ടിൽ പാലത്തിന്റെ സമീപവും വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട സാഹചര്യം മന്ത്രി നേരിട്ട് വിലയിരുത്തി. ജില്ലയിലെ ജലനിർഗമനം ഉറപ്പുവരുത്താൻ ഇറിഗേഷൻ വകുപ്പിന് സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. മാലിന്യം അടക്കമുള്ള പ്രതിബന്ധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ ഭാഗമായി അച്ചൻകോവിലാർ ഒഴുകുന്ന 28 കടവിലും അച്ചൻകോവിലാറിന്റെ കൈവഴിയായ കരിപ്പുഴ തോടിലെ പാലത്തിന്റെ സമീപവും വെള്ളത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ട സാഹചര്യം മന്ത്രി നേരിട്ടെത്തി വിലയിരുത്തി. കരിപ്പുഴ തടയണയ്ക്ക് സമീപം കരയുടെ ഇരുവശത്തുമുള്ള മരങ്ങൾ വെട്ടിമാറ്റാനും മന്ത്രി നിർദ്ദേശം നൽകി. ഇറിഗേഷൻ വകുപ്പിനും തദ്ദേശ സ്വയംഭരണ വകുപ്പിനും ഒപ്പം ചേപ്പാട്, കണ്ണമംഗലം, പള്ളിപ്പാട് വില്ലേജ് ഓഫീസർമാർക്കും ചെട്ടികുളങ്ങര, ചേപ്പാട്, പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മന്ത്രി നിർദ്ദേശം കൈമാറി. നിലവിൽ 22 വീടുകളാണ് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുള്ളത്. 25 ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുണ്ട്. 1100 പരം കുടുംബങ്ങൾ വ്യക്തികളാണ് ഇപ്പോൾ നിലവിൽ. 328 കുടുംബങ്ങളും 1200 പരം വ്യക്തികളുമാണ് ഇപ്പോൾ നിലവിൽ ക്യാമ്പുകളിലുള്ളത്. ഇവിടെ വേണ്ട സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ മൂഴിയാർ ഡാം കൂടി തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു 4 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ജലം ഇങ്ങോട്ട് എത്തിച്ചേരുവാൻ നമ്മുടെ ജില്ലയിലേക്ക് എത്തിച്ചേരുമെന്നാണ് വിലയിരുത്തുന്നത്. അത് പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർത്തും. പമ്പാ നദിയിലെ ജലനിരപ്പ് ഉയർത്തുമ്പോൾ ചെങ്ങന്നൂരിൽ പ്രദേശങ്ങൾ, തിരുവമ്പണ്ടൂർ, പാണ്ടനാട്, ചെങ്ങന്നൂർ നഗരസഭ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലനിരപ്പ് ഉയരും എന്നാണ് വിലയിരുത്തുന്നത്. 3 അടിയിൽ പരം ജലം ഉയരുമെന്നാണ് കരുതുന്നത്. അത് കാർത്തിപ്പള്ളി താലൂക്കിനെയും ബാധിക്കും. അപ്പോൾ അവിടെയെല്ലാം തന്നെ അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വൈകുന്നേരം ക്യാമ്പുകൾ തുടങ്ങാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ജലനിർഗമന മാർഗ്ഗങ്ങളെല്ലാം വൃത്തിയാക്കണം. അപ്പം ഞാൻ രാവിലെ തന്നെ ഇന്ന് കായംകുളം നിയോജകമണ്ഡലത്തിലെ കരിപ്പുഴ തോട് അവിടെ ആ പ്രദേശത്ത് പോയി അവിടെ ജനങ്ങൾ തന്നെ തുടങ്ങി വെച്ചിരുന്നു. ഇറിഗേഷൻ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. LSDDയോട് അടിയന്തരമായിട്ട് തന്നെ തോടിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ മറിഞ്ഞു കിടക്കുന്ന വൃക്ഷങ്ങളൊക്കെ തന്നെ നീക്കം ചെയ്യാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അത് തീരുമാനിച്ചിട്ടുണ്ട്. പള്ളിപ്പാട്ട് 28 കടവ് പാലത്തിലും സമാനമായ സാഹചര്യം. അപ്പോൾ ഇറിഗേഷൻ വകുപ്പിനോട് ജില്ലയിൽ മുഴുവൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എല്ലാ പ്രതിബന്ധങ്ങളും, മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇതെല്ലാം നീക്കം ചെയ്ത് ജല നിർഗമനം ഉറപ്പുവരുത്തുന്നുള്ളത്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ ആ പുഴയുടെ വീതി കൂട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. തീർച്ചയായും അത് ആഴം കൂട്ടൽ പ്രക്രിയ നടക്കുകയാണ്. കൂടുതൽ ജലം ഒഴുകിപ്പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇതിന്റെ നിലവിലുള്ള ജലൊഴുക്ക് പ്രകാരം ഏത് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരിട്ട് വന്ന് പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. രാവിലെ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഞാനിവിടെ ചെങ്ങന്നൂർ ഈ പ്രദേശത്തെ മുഴുവൻ ജനപ്രതിനിധികളെയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പ്രശ്നമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കും. ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണികുമാർ, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുഷ്പരാജൻ, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അച്ഛൻകുഞ്ഞ്, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 22ാം വാർഡ് മെമ്പറും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ അനീഷ് കരിപ്പുഴ, ചേപ്പാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റേച്ചൽ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.